എല്ലാ മാന്യ പ്രേക്ഷകർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. നമ്മുടെ ഇന്നത്തെ വീഡിയോയിലൂടെ ചർച്ച ചെയ്യാൻ പോകുന്നത് ISL 11 സീസണിൽ കേരള ബ്ലാസ്റ്റേഴ്സ് കളിക്കാൻ സാധ്യതയുള്ള ഒരു ലൈനപ്പിനെ പറ്റിയാണ്. എന്നാൽ നമുക്ക് നമ്മുടെ വീഡിയോയിലോട്ട് പോകാം. ISL 11 സീസണിലേക്ക് കടക്കുമ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സ് നിരവധി മാറ്റങ്ങൾ കൊണ്ടാണ് ഇറങ്ങുന്നത്. എന്നാൽ നമ്മുടെ ലൈനപ്പ് പരിശോധിക്കാം. കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഗോൾ കീപ്പറായിട്ടുകൊണ്ട് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ കഴിഞ്ഞൊരു സീസണിലെ വിശ്വസ്ത ഗോൾ കീപ്പറായിട്ടുള്ള സച്ചിൻ സുരേഷ് തന്നെയാണ് നമ്മുടെ ലൈനപ്പിലുള്ളത്. അതേപോലെ തന്നെ സെൻറ്റർ ബാക്കുകളായിക്കൊണ്ട് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഈ ഒരു സീസണിലെ വൈസ് ക്യാപ്റ്റനായിട്ടുള്ള മിലോസും പ്രീതം കോട്ടാലുമാണ്. ലെഫ്റ്റ് ബാക്ക് ആയിട്ടുള്ളത് ഐമൻ ഡോംബ്ലിംഗും അതേപോലെ തന്നെ റൈറ്റ് ബാക്ക് ആയിട്ടുള്ളത് നവോച്ച സിംഗുമാണ്. അതേപോലെ തന്നെ രണ്ട് ഡിഫൻസീവ് മിഡ്ഫീൽഡർ റോളിൽ കളിക്കാൻ സാധ്യതയുള്ളത് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ മലയാളി സൂപ്പർ താരമായിട്ടുള്ള ബിപിൻ മോഹനനും അതേപോലെ തന്നെ ഡാനിഷ് ഫാറൂഖുമാണ്. ഇരു താരങ്ങളും കഴിഞ്ഞൊരു സീസണിൽ കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി നല്ലൊരു ഫോമിൽ തന്നെയായിരുന്നു കളിച്ചിട്ടുണ്ടായിരുന്നത്. അതേപോലെ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ രണ്ട് വിങ്ങുകളായിക്കൊണ്ട് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഈ ഒരു സീസണിലെ അല്ലെങ്കിൽ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ എക്കാലത്തെയും സൂപ്പർ താരമായിട്ടുള്ള എഡ്രിയൽ ലൂണയായിരിക്കും ഒരു വിങ്ങിൽ കളിക്കുക. മറ്റൊരു വിങ്ങിലാവട്ടെ ISLിലെ തന്നെ ഇല്ലെങ്കിൽ FC ഗോവയുടെ സൂപ്പർ താരമായിരുന്ന നോഹ സദോയിയാണ് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ മറ്റൊരു വിങ്ങിൽ കളിക്കാൻ സാധ്യതയുള്ളത്. താരമാവട്ടെ ISLിൽ കളിച്ചു പരിചയമുള്ള താരം കൂടിയാണ്. അതുകൊണ്ട് തന്നെ താരത്തിനെ ലൈനപ്പിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. രണ്ട് ഫോർവേഡുകളെ കൊണ്ട് കേരള ബ്ലാസ്റ്റേഴ്സ് നിൽക്കാൻ സാധ്യതയുള്ളത് മുഹമ്മദും ഐമനും അതേപോലെ തന്നെ കെവമീൻ പെപ്പറയുമാണ്. ഒന്നില്ലെങ്കിൽ പെപ്പറയ്ക്ക് പകരം കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഈ ഒരു സീസണിലെ ജേഴ്സി നമ്പർ 9 ജീസസ് ജിമിനിസ് ആവാനും സാധ്യതയുണ്ട്. കേരള ബ്ലാസ്റ്റേഴ്സിന്റെ കഴിഞ്ഞൊരു സീസണിലെ ടോപ്പ് സ്കോററായിരുന്ന ഡിമിട്രിയസ് ഡയമണ്ടക്കോസിന്റെ പകരക്കാരനായിരുന്നു ജീസസ് ജിമിനിസ്. അതുകൊണ്ട് തന്നെ താരം ചിലപ്പോൾ പെപ്രയുടെ പകരക്കാരനായിക്കൊണ്ട് കളിക്കാൻ സാധ്യതയുണ്ട്. എന്തായാലും കേരള ബ്ലാസ്റ്റേഴ്സ് ഈ ഒരു ലൈനപ്പിൽ ഈ ഒരു സീസണിൽ എപ്പോഴെങ്കിലും ഈ ലൈനപ്പ് വെച്ച് കളിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഇതോടൊപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ അവസാനിക്കുന്നു. കൂടുതൽ കായിക വീഡിയോകൾക്കായി നിങ്ങൾ ഈ ചാനൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണുമെന്ന പ്രതീക്ഷയിൽ ഇറ്റ്സ് NN ഫുട്ബോൾ ന്യൂസ്.